ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു വെറൈറ്റി ക്രാഫ്റ്റാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഓട്സിൻ്റെ പാക്കറ്റ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം കേട്ടോ. അപ്പോൾ ഓട്സിൻ്റെ ഒരു ഓട്സൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു പാക്കറ്റ് ബാക്കിയാണ്. അപ്പോൾ ഇതിലുള്ള ഓട്സൊക്കെ കാലിയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പം നമ്മളിത് ആ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഒരു ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗമുണ്ട്, നമ്മൾ ഓപ്പൺ പോലെ ചെയ്ത് ആ ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ വേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓപ്പൺ ഇങ്ങനെ കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഞാനിത് ഒന്ന് തുടച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഓട്സിൻ്റെ ഒരു പൊടി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് നീറ്റാക്കിയിട്ട് എടുക്കണം കേട്ടോ, ഉൾവശങ്ങളൊക്കെ. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഒരു പീസ് നീളത്തിൽ ഇങ്ങനെ കുറച്ച് ഈ ഒരു നീളത്തിലും വീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നീളം എന്ന് പറയുന്ന ആ ഒരു ഇത്രയും ഭാഗം തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ആ ഒരു ഭാഗം മാത്രം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ചില വലിയ ഇത് കാണാൻ, അതായത് വലിയ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് വലിയ രീതിയിൽ തന്നെ എടുക്കാം. അപ്പം ഞാനിത് ഈ ഒരു അളവിലെടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതേപോലെ നടുവേ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ നടുവേ ഒന്ന് മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ നഖം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. അതായത് അതൊന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇത് നമ്മളൊരു സൂചിയും നൂലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതായതുകൊണ്ട് തന്നെ നമുക്കിത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടി പറ്റില്ല, പോസിബിൾ ആയിരിക്കില്ല. ഗ്ലൂഗൺ വെച്ചിട്ട് ഒട്ടിച്ചാലും നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സൂചിയും നൂലും ഇങ്ങനെ കുത്തി ഇറക്കി ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇതേപോലെയാണ് കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുകയല്ല, ജസ്റ്റ് ഇങ്ങനെ സൂചി നൂലും ഒന്ന് കുത്തി ഇറക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ രണ്ടറ്റങ്ങളും ഒന്ന് കൂട്ടി വെച്ചിട്ട് തുന്നിയെടുക്കുകയാണ്. പിന്നെ ഇതല്ലെങ്കിൽ, അതായത് ഈ ഒരു സൂചി നൂല് ഇങ്ങനെ കുത്തി ഇറക്കുന്ന പരിപാടിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലതാണ് നമ്മുടെ ഡബിൾ സൈഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മുടെ തിന്നായിട്ടുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുത്താലും മതിയാവും. തൽക്കാലം എൻ്റെ അടുത്തുണ്ട്, അത് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ തുന്നുന്ന ടൈമിൽ ഉറപ്പായിട്ട് അത്യാവശ്യം കട്ടിയുള്ളൊരു നൂലെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ വരയ്ക്കുമ്പോഴൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയുള്ള നൂലെടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന എംബ്രോയിഡറിൻ്റെ നൂലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവസാനം വരെ ഇങ്ങനെ തുന്നി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ തുന്നും തോറും ഇങ്ങനെ നിവർത്തി വെക്കണം, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് പണി കിട്ടും. അതുകൊണ്ട് നല്ല രീതിയിൽ നിവർത്തിയതിന് ശേഷം ബാക്കി വന്ന നൂലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതിനുശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് കട്ടിങ് കൊടുക്കുന്നത്. ഇതേപോലെ അതിൻ്റെ നടുവിൽ അതിൻ്റെ ആ ഒരു മടക്ക് വന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കുനുകുന ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മുഴുവനായിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ നമ്മൾ നേരത്തെ തുന്നി വെച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ അവിടം വരെയാണ് നമ്മൾ കട്ടിങ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഓട്സിൻ്റെ കവർ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ഉള്ളിൽ ഇതേപോലെ ആ ഒരു ലിഡ് പോലത്തെ ഭാഗം വരുന്നൊരു അങ്ങനത്തെ ഏത് കവറാണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ചില ബിസ്ക്കറ്റിൻ്റെ കവറൊക്കെ കാണാം ഈ ഒരു രീതിയിൽ നല്ല വൃത്തിക്കുള്ളത്. പിന്നെ ഇത് നല്ല കട്ടിയുള്ള കവറായതുകൊണ്ട് നല്ലതാണ്. ഓട്സിൻ്റെ കവർ എന്ന് പറയുമ്പം സാധാരണ ബിസ്ക്കറ്റിൻ്റെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബേക്കറി ഐറ്റമിൻ്റെ കവറിനേക്കാളൊക്കെ ഒത്തിരി കട്ടിയുള്ള കവറായിരിക്കും കേട്ടോ. നല്ല കവറാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു കവർ എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അറ്റം വരെ ഈ ഒരു രീതിയിൽ തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്യുന്ന ടൈമിൽ പകുതിക്ക് വെച്ചിട്ട് നിർത്താൻ പാടില്ല. ആ ഒരു നൂലിൻ്റെ എവിടം വരെ ഉണ്ടോ അവിടം വരെ ഈ ഒരു കട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. അത് മാത്രമല്ല, ഇത് നമ്മൾ എത്ര മാക്സിമം തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലതായിരിക്കും. കാരണം അത് തിന്നായിട്ട് വരുന്ന ടൈമിൽ ഒത്തിരി പെറ്റൽസ് ഉള്ളതുപോലെ നമുക്ക് തോന്നുകയും ചെയ്യും. അതേപോലെ തന്നെ കുഞ്ഞാവുന്ന ടൈമിൽ നല്ല കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇത് ലാസ്റ്റ് വരെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യം ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമ്മളിതൊരു സ്റ്റിക്കിലേക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ താഴ്ത്തി ആ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്റ്റിക്ക് എന്ന് പറയുന്നത് എൻ്റെ അടുത്തുണ്ടായിരുന്ന ബാമ്പു സ്റ്റിക്ക് ആണെന്ന് തോന്നുന്നു. നമ്മുടെ സാധാരണ ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആ ഒരു ഷോപ്പിൽ നിന്നും ഞാൻ ഒരിക്കൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇതേപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് താഴെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് മുകളിൽ ഇങ്ങനെ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ അത് കിട്ടുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ താഴെ വരെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ തന്നെ വേണം താനും. അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിട്ടോ ചില സമയത്ത് ഗ്ലൂ ഗൺ. അപ്പോൾ ചിലർക്കാണെങ്കിൽ അത് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ പൊള്ളാറുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ശീലമായതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ ഇത് അവസാനം വരെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫെവിഗോൾ വെച്ചിട്ട് ഒട്ടിക്കാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. പിന്നെ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഒട്ടിക്കാനും വേണ്ടിയിട്ട് പറ്റും, അത് വേറെ കാര്യം. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഭാഗം വന്ന വാങ്ങലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ, അതായത്
അതായത് നമ്മുടെ ഈ ഒരു സ്റ്റിക്ക്, അപ്പോൾ അതൊന്ന് കവർ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ ടാപ്പാണ്. അപ്പോൾ ഗ്രീൻ ടാപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അവിടെ കുറച്ച് ഫെവിക്കോളാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ജസ്റ്റ് അത് ഫസ്റ്റ് മാത്രം ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളറിയാലോ ഗ്രീൻ ടാപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ഗ്രീൻ ടാപ്പ് നമ്മളിങ്ങനെ വലിച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് വലിച്ചിട്ട് ഒട്ടിക്കുന്ന ടൈമിൽ തന്നെ അതിലുള്ളൊരു പശ കാരണം അതിങ്ങനെ സ്വയം ഒട്ടി നിന്നോളും. നമ്മൾ വേറെ പശയും കാര്യങ്ങളൊന്നും ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒട്ടിക്കുന്ന ടൈമിൽ മാത്രം അങ്ങനെ ഇത്തിരി പശയാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ വലിച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. താനെ അവിടെ ഒട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈർക്കിലൊക്കെ എടുത്താൽ മതി. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കാമല്ലോ, നമുക്ക് പേപ്പർ വെച്ചിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇതിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇല സെറ്റാക്കണം. ഇപ്പോൾ ഇല സെറ്റാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന ഗ്രീൻ കളർ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രീൻ കളർ പേപ്പറിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അതിങ്ങനെ രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. രണ്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അതിൽ നമ്മൾ ഇലേൻ്റെ ഷേപ്പിൽ ഇതേപോലെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 4 ആക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ 2 ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണം കിട്ടണമല്ലോ ഇലകളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ 2 ഇല കിട്ടാൻ വേണ്ടിയിട്ട് 4 മടക്കിയിട്ട് ആ ഒരു നടുവ് വരുന്ന ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇലേൻ്റെ ഷേപ്പിൽ 2 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഒരു ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ആദ്യത്തെ ഒരെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവർ. അപ്പോൾ അതും കൂടെ ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലൂ ഗൺ ഒട്ടിക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മളെ കൈ പൊള്ളും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വലിച്ചിട്ട് ഇങ്ങനെ ഓരോരു ഭാഗമായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമുക്കിങ്ങനെ കുറച്ച് ഗ്ലൂ ഗൺ ആക്കി കഴിഞ്ഞിട്ട് അത് ഒട്ടിച്ച് അങ്ങനെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം നമ്മൾ ഗ്ലൂ ഗൺ പെട്ടെന്ന് ഡ്രൈ ആയി പോകുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ഒട്ടിക്കാം. അതായത് ഒരു നേരം ഫുള്ള് മുഴുവനായിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ആക്കിയിട്ട് ഇങ്ങനെ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ഫ്ലവർ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്രീൻ ടാപ്പൊക്കെ വെച്ചിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇലകളും കൂടെ സെറ്റാക്കണം. ഇതിന് നമ്മൾ ഇലകൾക്ക് വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പറിനെ വേണമെന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കടയിൽ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടാവും. അങ്ങനത്തെ ഏതെങ്കിലും കവറും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ വരുന്ന ഏതെങ്കിലും ബിസ്ക്കറ്റിൻ്റെ കവറോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ലീഫിൻ്റെ ഷേപ്പിലുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ 2 ലീഫും ഞാൻ ഇതേപോലെ 2 ഫ്ലവറിലേക്കായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ മുൻപേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലവർ ബേസിലേക്ക് ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഓട്സിൻ്റെ പാക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓട്സിൻ്റെ കവറൊക്കെ വെറുതെ കളയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരിക്കും. ഇങ്ങനെ ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതുപോലെ എന്തെങ്കിലും മലക്കുളത്ത് വീഡിയോ ആയിട്ട് കാണാം. ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം ഇനിയൊരു വീണ്ടും ഒരു അൽക്കുളത്ത് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.